യാത്ര സൗജന്യമാക്കുകയാണെങ്കിൽ ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെയുള്ള സ്ത്രീകൾ ഏകദേശം 40% വരുന്ന സ്ത്രീകൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് നിർത്തി ബസ്സുകളെ ആശ്രയിക്കാൻ പോകുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിനോട് നമ്മളുടെ നാട്ടിലെ സ്ത്രീകളും നമ്മളുടെ നാട്ടിലെ ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും ഒക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊന്ന് നോക്കിയാലോ? വാ. ഒറ്റ കാര്യം വേണ്ടാന്നേ, ഒരു കാര്യം മാത്രം വേണ്ട, ചോദിക്കേണ്ടത് കുഴപ്പമില്ല, ഇത് ചെറിയ കാര്യം. സ്ത്രീകൾക്ക് മാത്രമല്ല, തുല്യ ഈക്വാലിറ്റി ആണല്ലോ, അപ്പോൾ പുരുഷന്മാർക്കും അത് തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പിള്ളേർക്ക് കൺസെഷൻ ഓക്കെ. ഒരു കാര്യം, ഒറ്റ കാര്യം, ഒരേ ഒരു കാര്യം, അതായത് 9:30 കേൾക്കാം. ഓക്കെ. ചേച്ചി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ? സംസാരിക്കാൻ എന്നാലും ഇപ്പം എന്താണ് കുഴപ്പമുള്ളത്? സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളായിരിക്കുമല്ലോ കൂടുതലും നടപ്പിലാക്കണത്. അപ്പോൾ സർക്കാർ അതിൻ്റെ മാതൃകയായിട്ട് KSRTC ബസ്സിൽ അത് നമ്മൾ നിലവിൽ നടപ്പിലാക്കണം. അത് കഴിഞ്ഞ് പിന്നെ പ്രൈവറ്റ് ബസ്സുകാരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ല, അങ്ങനെ ആവട്ടെ. നല്ല കാര്യമല്ലേ, സൗജന്യ യാത്ര നല്ലതാണല്ലോ, പിള്ളേർ പഠിക്കാം. പിള്ളേർക്കുണ്ടാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറയുന്നത് ഇല്ല. പോകേണ്ട ഒരു മിനിമം ചാർജ് ഉണ്ടല്ലോ, അതിൽ പോയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇരിക്കാനുള്ള ഒരു സൗകര്യവും അതൊക്കെ കുറച്ച് കിട്ടുവാണെങ്കിൽ നല്ലത്. ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ സൗജന്യ ബസ് യാത്ര സ്ത്രീകൾ എന്തായാലും ആവുമെന്ന് വിചാരിക്കണില്ല. എന്തായാലും തമിഴ്നാട് പോലൊക്കെ കേരളം ആയി കിട്ടണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. തമിഴ്നാട് സർക്കാരും കേരളത്തെ സർക്കാരും വെച്ച് കൂട്ടുമ്പോൾ രണ്ട് തട്ടിലാണ് സർക്കാർ. എനിക്കൊന്നും പറയാനേ. പെട്ടെന്ന് സ്ത്രീകൾക്ക് മാത്രമല്ലോ, പുരുഷന്മാരും മനുഷ്യന്മാരല്ലേ അല്ലേ? അതിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ചോദിക്കാൻ കാരണം കേരളത്തിൽ കൊണ്ടുവന്നാൽ അതിൽ എതിർപ്പുണ്ടോ? എനിക്ക് എതിർപ്പൊന്നുമില്ല. ഞാനല്ല പൈസ ഞങ്ങൾക്ക് ഒരു മരിപ്പിനോടെയാണ് ചായ കുടിച്ചിട്ടില്ല. റോഡ് ടാക്സ് കുറച്ച് തരാൻ പറ, എന്നിട്ട് കുറച്ചിട്ട് സ്ത്രീകൾ ഫ്രീ ആയിക്കോട്ടെ. 3 മാസം മുഴുവൻ റോഡ് ടാക്സ് 35,000 രൂപ കണ്ടുവന്നിട്ടുണ്ട്. അതൊരു 20,000 10,000 ആക്കിയിട്ട് സ്ത്രീകൾ ഫ്രീ ആയിട്ട് പോകട്ടെ. പിന്നെ KSRTC ആദ്യം ഫ്രീ ആക്കട്ടെ, എന്നിട്ട് പോകാം. പിന്നെ അവർ ഗവൺമെന്റിന്റെ ആണല്ലോ, അവർക്ക് ഫ്രീ ആക്കിയാലും വിഷയമൊന്നും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം. മോളുടെ ID കാർഡ് എന്ത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടാണ്. അവിടെ ഫ്രീ ബസ്സിന് പറയുന്നുണ്ട്, പക്ഷെ അത് വെച്ചിട്ട് ഒരു യൂസിൽ തന്നെ ആൾക്കാർ പറയണത് എന്താണെന്നറിഞ്ഞാൽ നിർത്തേണ്ട സ്റ്റോപ്പിൽ നിർത്തത്തില്ല. ഫ്രീ ബസ് ആകുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് വേറെ ആയിരിക്കും. ഫ്രീ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, ആ ബസ്സിൽ കയറുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് നമുക്ക് കിട്ടണത് വേറെയാണ്. തമിഴ്നാട്ടിൽ ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. വെറുതെ ഈ നടക്കാത്ത ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ ജനത്തിനെ ബുദ്ധിമുട്ടിക്കുക? നടക്കണ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മുടെ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഒരു വകയും നടക്കൂല. കാരണം ഇപ്പൊ അവർക്ക് തന്നെ ജീവിക്കാൻ നിർത്തിയില്ല, അങ്ങാട് കൊടുക്കണം. അതായത് ചിലപ്പോ ഈ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്താൻ പോകുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്, ഉറപ്പൊന്നും ആക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താ? ചേച്ചി എപ്പോഴും ബസ്സിനേക്ക് ആശ്രയിക്കുന്ന ആളായിരിക്കില്ലേ? അത് നല്ലൊരു കാര്യമായിരിക്കും. അത് സൗജന്യമായിട്ട് ചേച്ചിയൊക്കെ എപ്പോഴും ബസ്സും ഓട്ടോയൊക്കെയാണ് യൂസ് ചെയ്യാറ്. മിനിമം ചാർജ് ഒക്കെ എത്രയാ വാങ്ങാറ്? 10 ഇപ്പൊ വരുന്നത്. അങ്ങനെ എത്ര സ്ത്രീകൾ മാത്രമേ കൂടുതൽ വണ്ടിയിൽ യാത്ര ചെയ്യണം, അവർക്കാണ് കൂടുതൽ ജോലി. അത് നമുക്ക് താങ്ങൂല. അപ്പോൾ ഗവൺമെന്റ് അതിനെ എന്തെങ്കിലും ടാക്സ് എന്തെങ്കിലും അടിച്ചു തന്നെ. ഇത് പെണ്ണുങ്ങളാണെങ്കിലും കൂടുതൽ യാത്ര ചെയ്യുന്നത്, അവരാണ് ജോലിക്കാർ. ഈ വേണ്ടി അവിടെ വരെ പെണ്ണുങ്ങളായിരിക്കും. അപ്പോൾ അവർ ഫുള്ളായിട്ട് ഫ്രീ പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? മുന്നോട്ട് പോകണ്ടേ? അതാണ് വിഷയം. അത് ഗവൺമെന്റ് ചർച്ച ചെയ്ത് എന്താണെന്ന് ചെയ്യുക. നല്ല അഭിപ്രായമാണ്. എന്താണെന്ന് വെച്ചാൽ സൗജന്യ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇവിടെയും വരുന്നെങ്കിൽ നല്ല അഭിപ്രായം തന്നെയാണ്. സാധാരണക്കാരായ ആളുകൾ എന്നും ആശ്രയിക്കുന്നത് ബസ്സിനെയാണ്. അപ്പോൾ അവർക്കത് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും സൗജന്യമാക്കുമ്പോൾ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ജീവിക്കണ്ടേ. അല്ല, ചേച്ചി എപ്പോഴും ബസ്സിനെ ആശ്രയിക്കുന്ന ആളാണ്. അതെ അതെ, അവർക്കും ജീവിക്കണ്ടേ. പൈസ കൊടുത്താലല്ലേ അവർക്കും വരും. നമുക്ക് എല്ലാവർക്കും സൗജന്യം തന്നാൽ പിന്നെ അവരെങ്ങനെ ഓടും? നല്ല കാര്യമെന്നാണ് പറയുന്നത്. ചേച്ചി എപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണോ? ഒരുപാടില്ല,
അത്യാവശ്യം പോകുന്ന ആളാണ്. മിനിമം ചാർജ് ഒക്കെ എത്രയാണ് കൊടുക്കാറ്? 13ഒക്കെയാണ് കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പനങ്ങാട് നിന്നാണ് വരുന്നത്. 18 രൂപ കൊടുത്തിട്ടാണ് വരുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീസൽ അടിക്കാനുള്ള പൈസ പോലും നമുക്ക് കിട്ടണില്ല. ഈ ബ്ലോക്ക് ഇവിടുന്ന് എല്ലാ ദിവസവും നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച ആകുമ്പോൾ ഫുൾ ബ്ലോക്കാണ് കിട്ടണം വൈകിട്ട് വരെ. അത് കഴിഞ്ഞ് സമയം തെറ്റി 15 മിനിറ്റ് 20 മിനിറ്റ് താമസം നമ്മൾ ഓടണേ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓടണ പമ്പി കൊടുക്കാനുള്ളൂ. പമ്പുകാർക്കാണ് ഇപ്പോൾ മെച്ചം, മുതലാളിമാർക്ക് ഒരു മെച്ചവുമില്ല. അതുകൂടാണ് നമ്മൾ രാവിലെ പോയിട്ട് നമുക്ക് 10-800 റെസ്റ്റ് വരെയുണ്ട് പിള്ളേരെ. ഇതെല്ലാം കയറ്റി വിളിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെ ചെല്ലും പിന്നെ നമ്മൾ ലേറ്റാണ്. ഒരു വണ്ടിക്കും വലുതായിട്ട് തനതായിട്ടുള്ള ബാലൻസ് ഒന്നുമില്ല. ബസ് ഓടിയിട്ട് പഴയ പോലെ ഒന്നും നേരത്തെ വണ്ടിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മുതലാളിമാർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പകുതി പോലും ബാലൻസ് ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല ചേച്ചി. വണ്ടി ആകെ ഡീസൽ അടിക്കാൻ പോലും പൈസ കിട്ടാറില്ല. പിന്നെ ഞങ്ങൾക്ക് വാറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെ പല കാര്യങ്ങളും പ്രശ്നങ്ങളും. മുതലാളിക്ക് ഒന്നും കിട്ടണില്ല. ഒരു കൂലിപ്പണിക്ക് പോയ മുതലാളിക്ക് 1000 രൂപ. ഈ ബസ്സിൻ്റെ മുതലാളിക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 500 രൂപയ്ക്ക് ആയിരിക്കും. പിന്നെ എന്താ ഗുണമുള്ളത്? അങ്ങനെ ആക്കണേ കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. റോഡ് ടാക്സ് ഒക്കെ കുറച്ചിട്ട് ആക്കിക്കോട്ടെ, ഒരു വിഷയമില്ല. അങ്ങനെ ഒരു സംവിധാനം വന്നാൽ എന്തായിരിക്കും ഒരു അഭിപ്രായം? നല്ലതാണ്. നമ്മുടെ അമ്മയും മക്കളൊക്കെ തന്നെയല്ലേ യാത്ര ചെയ്യണം. അപ്പോൾ അവർക്ക് സപ്പോർട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമായിരിക്കുന്നത്. KSRTC-ലും പ്രൈവറ്റ് ബസ് മാത്രമാകരുത്. അല്ല, എല്ലാവർക്കും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അതാണ് ഒറ്റ പൈസ കൊടുക്കണ്ട, ഏത് ബസ്സിലും കയറാം. അപ്പൊ ഉറപ്പൊന്നും ആക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം വന്ന എന്തായിരിക്കും അഭിപ്രായം? നല്ല കാര്യം. അപ്പൊ ഈ സ്ത്രീകൾക്ക് ഇത്തരത്തില് ഒരു ബസ്സിൽ സൗജന്യ യാത്ര കിട്ടിയാലും അതിൽ തെറ്റില്ല. ഇല്ല, ഒരു തെറ്റുമില്ല. അത് നല്ല കാര്യമല്ലേ? അതൊക്കെ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു അഭിപ്രായം? നല്ല കാര്യമല്ലേ? സ്ത്രീകൾക്ക് വരുവാണെങ്കിൽ പുരുഷന്മാർക്കും വരണ്ടേ? അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ച് പറഞ്ഞാൽ സ്ത്രീകളെന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും. കാരണം അവർക്കാലോ അധികം പിടിച്ച് നിൽക്കണ്ടേ, അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ തന്നെ അധികമാണ്. വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം തന്നെ നമ്മുടെ KSRTC നഷ്ടത്തിലാണ്. ഇപ്പോൾ ഒരുവിധം കരകയറിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം അടക്കം മുടക്കി 1-ാം തീയതി ഇപ്പോൾ സാലറി ഇപ്പോഴാണ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവില്ല. അത് നഷ്ടത്തിലേ വരുള്ളൂ. സർക്കാരിന് കിട്ടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം കിട്ടിയാൽ മാത്രം മതി. തൊഴിലാളികൾ എങ്ങനെ പണിയെടുക്കണ്, ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഒന്നും അവരെ അന്വേഷിക്കാറുമില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. തൊഴിലാളിയിൽ നിന്ന് എന്തെല്ലാം ചവിട്ടിപ്പിടിച്ച് മേടിക്കാൻ പറ്റുമോ അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് നല്ല കാര്യം. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. ഒരു സ്ഥലത്തേക്കൊന്ന് ഹോസ്പിറ്റൽ കേസുകൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ തന്നെയായിരിക്കും സ്ത്രീകൾക്ക്. ഇപ്പം എല്ലാവർക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. ജോലികളില്ലാതെ വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത ഒരുപാട് ലേഡീസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഒരു ഉപകാരം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ബെറ്ററായ ഒരു കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കണ്ടില്ലേ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടത്. ഒപ്പം ബസ് ജീവനക്കാരുടെ പ്രതികരണങ്ങളും. ക്യാമറമാൻ ആനന്ദ് തുളസിക്കൊപ്പം റിപ്പോർട്ടർ വീണ സനു, മൈഫിൻ TV, കൊച്ചി.